സലാമുണ്ട് കേട്ടോ, പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. പണ്ട് കുട്ടനും മുട്ടനും എന്ന് പറഞ്ഞൊരു സ്കൂളിലൊരു പാഠം പഠിച്ചത് ഓർമ്മ വരാണ്. കുട്ടനും മുട്ടനും രണ്ട് മുട്ടനാടുകളാണ്, അവർ ഭയങ്കര കൂട്ടുകാരാണ്. അപ്പം അതിനിടയിൽ ഒരു കുറുക്കൻ വന്ന് വിട്ട്. അറിയാലോ കുറുക്കൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പം എന്തെങ്കിലും ഒരു നേട്ടം കാണാണ്ട് ആരെയും പുറകെ കൂടൂലില്ല, ഇല്ലേ ഇല്ലേ? മുട്ടനാടിൻ്റെ പുറകെ അല്ലേ മറ്റത് ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞ് നടന്ന ഒരു കുറുക്കൻ ഉണ്ടല്ലോ, അവൻ തന്നെ. അവൻ ഈ കുട്ടൻ്റെ മുട്ടൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് കാര്യം പറഞ്ഞു. അതായത് കുട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, നീ മുട്ടനേക്കാൾ താഴെയുള്ളവനാണെന്നാണ് കുട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അതായത് മുട്ടനോട് പറഞ്ഞ്, നീ കുട്ടൻ്റെ അത്ര ശക്തി നിനക്കില്ല. ഇത് തന്നെ ചെന്നുകൊണ്ട് കുട്ടനോടും പറഞ്ഞു. അപ്പോൾ കുട്ടനെയും മുട്ടനെയും തമ്മിൽ അങ്ങോട്ട് തെറ്റിച്ച് കഴിഞ്ഞിട്ട്, എന്നാൽ പിന്നെ ആർക്കാ കൂടുതൽ, ആരാ ശക്തിമാൻ എന്നറിയിക്കണമെങ്കിൽ ഒരു മത്സരം വയ്ക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയും രണ്ട് വശത്തു നിന്ന് ഓടി വന്നിട്ട് നെറ്റി അങ്ങോട്ട് കൂട്ടിയിടിക്കാൻ പറഞ്ഞു. അപ്പം നെറ്റി കൂട്ടിയിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തന്നെ നെറ്റി പൊട്ടിപ്പൊളിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അവൻ മറ്റവൻ ജയിക്കും. അങ്ങനെ ഒരു മത്സരം വെച്ച് ഈ കുട്ടനും മുട്ടനും മത്സരമായിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടനും മുട്ടനും ഓടിയും വന്ന് ഇങ്ങനെ ഇടിക്കും. കുറേ നേരം ഇടിച്ചു കഴിഞ്ഞപ്പോൾ നെറ്റിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ചോര വരിഞ്ഞ് ഈ കുറുക്കനിത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. ഓടിച്ചെന്ന് ചോര താഴ്ത്ത് വീണതിന് മുമ്പ് നക്കി കുടിക്കാമെന്ന് കരുതി അതിൻ്റെ ഇടയിൽ ചെന്ന് നിന്ന് നക്കി. ആദ്യം രണ്ടുമൂന്ന് തുള്ളി അങ്ങ് നക്കി. കുട്ടനും മുട്ടനും പിന്നെയും പുറകിലേക്ക് ഓടി വന്ന് ഒറ്റയടി ഇടിച്ച് ഈ കുറുക്കൻ അതിൻ്റെ ഇടയിലേക്ക് ചാടി വീണ് ദേ കിടക്കണം. അങ്ങനെ കുറുക്കൻ്റെ കഥ കഴിഞ്ഞ്. ഇപ്പം എന്തിന് ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ ഉണ്ട്, കാര്യമുണ്ട്. അതായത് ഇതുപോലെയാണ് നമ്മുടെ കണ്ണൂരിൽ ഇപ്പോൾ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ അറിയാലോ, അങ്കച്ചേകവന്മാരുടെ നാടാണ്. പണ്ട് ആരോമച്ചേകവരും ഉണ്ണിയാർച്ചയൊക്കെ ബാള് ഉറിമയൊക്കെ എടുത്ത് ഭീഷണി നടന്ന ആളാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് ഇപ്പം ഈ കണ്ണൂർ ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞ ആളുകൾക്ക് കഴുത്ത് വെട്ടി പഠിക്കുന്നത്. കളരിയാണല്ലോ ആരോമച്ചേകവരുടെ ഉണ്ണിയാർച്ചയുടെ ഒക്കെ നാട്ടിൽ കളരി പഠിച്ചാണല്ലോ അവരൊക്കെ ഇങ്ങനെ അംഗം വെട്ടാൻ പോയത്. ആ കളരിയുടെ ഓർമ്മയ്ക്കാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം അവരെല്ലാവരും അവിടെ ഈ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്കൊക്കെ അംഗം ഇപ്പം കഴുത്ത് വെട്ടി പഠിച്ചാണ് അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നാണ് പറയുന്നത്. അതെന്ത് തന്നെയായാലും ഇപ്പം കണ്ണൂരിൽ നേരത്തെ കുട്ടനും മുട്ടനും ആരാന്ന് ചോദിച്ചല്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മനു തോമസ് എന്ന് പറഞ്ഞ ഒരാൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായി. ഏതിന്ന്? CPM -ന്ന്. ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഭാഗം ഇടപാട് എനിക്ക് പറ്റൂല. മനുഷ്യന്മാർക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. അത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മനു തോമസ് ഇങ്ങോട്ട് പുറത്തു വന്നു. അങ്ങനെ വെറുതെ പോകുന്നതൊന്നും അല്ല, പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോകുന്നതൊന്നുമല്ല. അവിടെ ഒരു PJ ആർമി ഉണ്ടല്ലോ, ആര്? നമ്മുടെ ജയരാജൻ ഓർക്കണില്ലേ? 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീകൃഷ്ണനായിട്ട് ജയരാജനും അർജുനായിട്ട് പിണറായി വിജയന്റെ പടമൊക്കെ വെച്ചൊരു ഫ്ലെക്സൊക്കെ കണ്ണൂർ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇല്ലേ? അപ്പൊ തേര് തെളിക്കുന്ന ആള് ജയരാജൻ. അവിടെ നിന്ന് അമ്പും വില്ലും പിടുന്ന ആള് അർജുനായിട്ട് ആര്? നമ്മുടെ പിണറായി വിജയൻ. അങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ട് സിംബോളിക്കായിട്ട് ഒരു പോസ്റ്ററൊക്കെ ആളിറക്കി, ഫ്ലെക്സൊക്കെ ഇറക്കി. എന്തിനാ? ഈ രീതിയിലായിരിക്കണം കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ മുന്നോട്ട് പോകേണ്ടത്. അതായത് അമ്പും വില്ലൊക്കെ എടുത്ത് യുദ്ധം ചെയ്യുന്ന ആള് മുഖ്യമന്ത്രി, അത് പിണറായി വിജയൻ ആയിക്കോട്ടെ. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ? അത് ഈ പുള്ളിക്കാരൻ. അങ്ങനെ ജയരാജൻ ഒരു കളിയൊക്കെ കളിച്ച് പിണറായി വിജയൻ അറിഞ്ഞ് ആ ഫ്ലെക്സൊക്കെ വന്ന് ചവിട്ടിക്കൂട്ടി വലിച്ചു കീറി തോട്ടിലെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു തന്ത്രമായിട്ട് ആൾ പിന്നെയും മുന്നോട്ടേക്ക്. നമ്മുടെ ഇപ്പം ഈ ആകാശ് തില്ലങ്കേരി ഉണ്ടല്ല, ആകാശ് തില്ലങ്കേരിന്ന് അറിയാലോ അല്ലേ? ആളിപ്പോൾ ഇവിടെ ഇല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്നുണ്ട്. അവിടെയാണ് ആൾ സ്ഥിരം താമസിക്കുന്നത്. വല്ലപ്പോഴും ഒരിക്കലൊക്കെ നാട്ടിലേക്ക് വരുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾക്ക് ദുബായിക്കൊക്കെ പോകില്ല. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ജീവിതം ഇങ്ങനെ നാട്ടിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ സ്ഥിരം അവിടെയാണ് ജോലി എന്ന് പറഞ്ഞാൽ ആൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നത് ഏതാണ്ടൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സ്വർണ്ണം പൊട്ടിക്കൽ അങ്ങനെ ഏതാണ്ടൊക്കെ. അപ്പോൾ വല്ലപ്പോഴും നാട്ടിലേക്ക് വരുള്ളൂ. ആ ആകാശ് തില്ലങ്കേരി എന്താണ് റെഡ് ആർമിയുടെ ഭാഗമായിരുന്നു, ഇപ്പോൾ PJ ആർമിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ PJ ആർമിയുടെ ഒരു ആൽബമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ജയരാജനെ വാനത്തോളം പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന ഒരു പാട്ട്. അതിനുശേഷമാണ് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഉയരത്തിൽ പറക്കണ കഴുകൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് വന്നത്. അത് ഓർമ്മയുണ്ടല്ല? അപ്പം ആദ്യം വന്നത് ജയരാജൻ്റെയാണ്. അതും പാർട്ടി ഇടപെട്ട് അങ്ങോട്ട് നിർത്തി. ഹലാക്കായില്ല. ഈ പുള്ളി അനങ്ങിക്കഴിഞ്ഞ അപ്പം പാർട്ടി സമ്മതിക്കൂല. ജയരാജൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പച്ച പിടിക്കാൻ കരുതി ആദ്യം ഫ്ലെക്സ് വെച്ച്, അത് കഴിഞ്ഞപ്പോൾ ഇല്ല പോട്ട ആകാശ് തില്ലങ്കേരിയെ കുറിച്ചൊരു ആൽബം ഉണ്ടാക്കി, പാട്ട് റെഡ് ആർമിയുടെ പേരിൽ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി. അതും സമ്മതിക്കൂല, അതും പറ്റൂല എന്ന് പറഞ്ഞാൽ അതും നിരോധിച്ച് അത് യൂട്യൂബിലൊക്കെ അത് കട്ട് ചെയ്ത് കാട്ടിക്കളഞ്ഞു. അപ്പൊ ജയരാജന് മനസ്സിലായി നമ്മളിങ്ങനെ ഇവർക്ക് വളർത്താനുള്ള ഒരു പരിപാടി ഇല്ല എന്നുള്ളത്. ഈ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞാൽ വലിയ തമാശയാണ്. അവിടെ ജയരാജനുണ്ട്, EP ജയരാജനുണ്ട്, MP ജയരാജനുണ്ട്. ജയരാജന്മാരുടെ അയ്യര് കളിയാണ് അവിടെ. ഒക്കെ ജയരാജന്മാരാണ്. ഒക്കെ ആരും ജയിച്ച് കണ്ടിട്ടില്ല. അതിന്റെ കാര്യം എന്താ? ഈ നമ്മൾ പണ്ട് പറയൂലേ, കാരണന്മാര് ഞണ്ടിനെ ഇട്ട് വെക്കുന്ന പാത്രത്തിന് അടപ്പ് വേണ്ടാന്ന്.
അതായത് ഞണ്ടിനെ 5-6 ഞണ്ടിനെ പിടിച്ചൊരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് അടപ്പ് കൊണ്ട് അത് എഴിഞ്ഞ് മുകളിലേക്ക് കയറി പോകില്ല. കാരണം എന്താ, ഒരു ഞണ്ട് മുകളിലേക്ക് കയറുമ്പോൾ മറ്റേ ഞണ്ട് കാലുമ പിടിച്ച് വലിക്കും. ഇതുപോലെയാണ് ഈ കണ്ണൂരാവുന്ന പാത്രത്തിൽ കിടക്കണ ബാർപ്പി കിടക്കണ ഈ ജയരാജന്മാര്. ഒരു ജയരാജനെ കയറി പോകാൻ മറ്റേ ജയരാജൻ സമ്മതിക്കൂല, കാലുമ പിടിച്ച് ഇങ്ങനെ വലിക്കും. അപ്പൊ വെട്ടുകൊണ്ട ജയരാജനെ വെടികൊണ്ട ജയരാജന് ഇഷ്ടമല്ല, വെടികൊണ്ട ജയരാജനെ വെട്ടുകൊണ്ട ജയരാജന് ഇഷ്ടമല്ല. ഈ മട്ടിലാണ് കാര്യങ്ങൾ. അറിയാലോ ആരെ കുറിച്ച് പറഞ്ഞ് എന്താ പറഞ്ഞെന്ന് മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ. കൂടുതൽ വിശദീകരണമൊന്നും അതിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. പറഞ്ഞു വന്നത് കുട്ടനും മുട്ടനും. അപ്പൊ ഈ കണ്ണൂരിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മനു തോമസ്, കഴിഞ്ഞ ദിവസം പുറത്തുപോയ മനു തോമസിനെ കുറിച്ച് നമ്മുടെ ഈ പി ജയരാജൻ, ആ പി ജെ ആർമിയുടെ ആള് ഒരു FB പേജ് ഇട്ട് ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ വക വേഷം കിട്ടൊന്നും കാണിക്കാൻ പറ്റൂല, പാർട്ടിയിൽ പോരാളി ഷാജിമാരെ പോലെ പാർട്ടീനെ കുറ്റം പറഞ്ഞ് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തും പോയിട്ട് പാർട്ടി കുട്ടി വിമർശിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വേണ്ട ചീത്ത പറഞ്ഞ് ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ട്. മനു തോമസും ചില്ലറക്കാരനൊന്നുമല്ലല്ലോ, ഈ പാർട്ടിയിൽ നിന്നല്ലേ വളർന്നത്. ഇവിടുത്തെ ഈ കളരി മുറയൊക്കെ കണ്ടു തന്നെയല്ലേ ആ പുള്ളിക്കാരനും വളർന്നത്. ആ പുള്ളിക്കാരൻ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടൊരു പോസ്റ്റ് ഇട്ട്. ഇവിടെ നിന്നൊരു പോസ്റ്റ് അങ്ങോട്ട് ഇടും, അവിടെ നിന്നൊരു പോസ്റ്റ് ഇങ്ങോട്ട് ഇടും. ഇതാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നേരിട്ടുള്ള വർത്താനമൊന്നുമില്ല, പോസ്റ്റ് ഇട്ട് കളിക്കലാണ് ഇല്ലേ, പോസ്റ്റ് ഇട്ട് കളിക്കലാണ്. അപ്പോൾ ഈ പോസ്റ്റ് ഇടുമ്പോൾ ഇത് ആളുകൾക്കൊക്കെ ചിരിക്കാനുള്ള വകയുണ്ട് കേട്ടാ. ഇവർക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യാം, ആളുകൾക്ക് ചിരിക്കുകയും ചെയ്യാം. ഇപ്പൊ മനു തോമസ് ഒരു പോസ്റ്റും കിട്ടിയിട്ട് ആ പോസ്റ്റ് ഇട്ടുന്ന ഒരു 1.5 പോസ്റ്റായി പോയി. പി ജയരാജന്റെ നെറുകന്തലേക്കടി ഇറങ്ങി അന്തരാളം വരെ ആ പോസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി. അതിൽ പറഞ്ഞേക്കണ എന്തുട്ടെന്നറിയാമോ, മനു തോമസിന്റെ പോസ്റ്റിൽ എന്നെ ആരും ഒന്നും പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, അതിൽ പോസ്റ്റിൽ എഴുതിയ ഭാഷയിലൊന്നും അല്ല കേട്ടോ നമ്മൾ പറയുന്നത്. നമുക്ക് അങ്ങനെ ഭാഷയിലൊന്നും അച്ചടി ഭാഷയിലൊന്നും പറയാനൊന്നും അറിയാൻ പാടില്ല. അതിൽ അച്ചടിച്ചാണ് അവർ എഴുതിയിട്ടേക്കണത്. അതിൻ്റെ ഒരു ഏകദേശം ഒരു ചുരുക്കം, ഒരു സമ്മറി നമ്മൾ പറയാ. അതായത് ഈ പി ജയരാജന്റെ മോനും വേറെ കുറെ കൊട്ടേഷൻ സംഘങ്ങളും, അതാണ് അവിടെയാണ് അതിന്റെ കുട്ടൻ സിക്കമത്ത് അവിടെയാണ് ഇരിക്കണത്. പി ജയരാജന് മോനും മാത്രമല്ല, പിന്നെ ആരാ, ബന്ധുക്കളെ സുഹൃത്തുക്കളെ അങ്ങനെ ആരുമല്ല, വേറെ കൊട്ടേഷൻ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് അവരെയും വെച്ചുകൊണ്ട് സ്വദേശത്ത്, അതായത് നമ്മുടെ നാട്ടിലും വിദേശത്തും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. ആര്, ഈ പി ജയരാജൻ, പി ജെ ആർമിയുടെ ഈ പി ജയരാജൻ. അപ്പൊ അതാണ് മനു തോമസിന്റെ ഈ പോസ്റ്റിൽ പറഞ്ഞേക്കണ കാര്യം. വാക്കുകളൊക്കെ വേറെ ആണെങ്കിലും അർത്ഥം ഇതാണ്. ഇതൊക്കെ ഇപ്പൊ ഇതിങ്ങോട്ട് പുറത്തു വന്നവരോട്, ഈ പോസ്റ്റ് ഇങ്ങോട്ട് വന്നവരോട് ജയരാജന്റെ നെറുകന്തല തുളച്ച് അന്തരാളം തുറച്ച് ഭൂമിയിലേക്ക് ഇറങ്ങിയ ആ പോസ്റ്റ് പിന്നെ ജയരാജന് മുണ്ടാട്ടം മുട്ടിപ്പോയി. അപ്പൊ ഇതിന്റെ ഒക്കെ പുറകിൽ നിന്നേക്കണ നേരത്തെ കുട്ടന്റെയും മുട്ടന്റെയും കഥ നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഈ പി ജയരാജനെ കുട്ടനായിട്ടും ഈ നമ്മുടെ മനു തോമസിനെ മുട്ടനായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടന്റെ നടുക്ക് നിൽക്കണ ഒരു കുറുക്കൻ വേണമല്ല, ഇല്ലേ ഇല്ലല്ല. മറ്റേത് ഇപ്പൊ പൊട്ടുമെന്നും പറഞ്ഞു വരുന്ന ഒരു കുറുക്കനുണ്ടല്ലോ, അതിപ്പോ അതല്ല. ഈ തലമിൽ കൂട്ടിയിടിക്കുമ്പോ ചോര പിടിക്കാൻ നിർത്തുന്ന ഒരു കുറുക്കനുണ്ടല്ലോ, കുട്ടന്റെയും മുട്ടന്റെയും നടുക്ക് വന്നിരുന്ന ആള്. അതാരാന്ന് പെട്ടെന്ന് എങ്ങനെ ഈ പി ജയരാജൻ മനു തോമസിനെ കുറിച്ച് പോസ്റ്റ് ഇടാൻ തുടങ്ങിയത്? അതിന് ആ പോസ്റ്റ് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് അതിലും ഇരട്ടി സ്പീഡിൽ ഇങ്ങോട്ട് തിരിച്ചെങ്ങനെ മനു തോമസ് പോസ്റ്റ് വിട്ടത്? അപ്പൊ ഇവരുടെ ഇടയിൽ തെറ്റിക്കാൻ വേണ്ടി ഒരു ശക്തിയേറിയ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ആ കുറുക്കൻ ആരാന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ പിണറായി വിജയന്റെ ചാണക്യ ബുദ്ധി കേരളം കണ്ണ് തള്ളി നിൽക്കുന്നത്. പിണറായി വിജയൻ ഇപ്പൊ പാർട്ടിയിൽ നിക്കക്കള്ളിയില്ലാണ്ട്, ഭരണത്തിൽ നിക്കക്കള്ളിയില്ലാണ്ട്, പിടിച്ചതുമില്ല, ചവിട്ടിയതുമില്ല, ഉത്തരത്തിലിരുന്നുമില്ല, കക്ഷത്തിലിരുന്നതുമില്ല എന്ന് പറഞ്ഞ് ഒക്കെ പോയി. അപ്പൊ എന്തു വേണ്ടു, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കണ്ണൂർ വന്നു കഴിഞ്ഞപ്പോ ഈ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റിയിലും കൂടുതൽ ഏറെ പുകിൽ ഇടങ്ങേറുണ്ടാക്കിയത് ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാണ്. പിണറായി വിജയനോട് അങ്ങനെ കാലെടുത്ത് കുത്തരെന്ന് പറഞ്ഞ് കണ്ണൂരിലേക്ക് വീണാ വിജയൻ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ അഡ്രസ് കൊടുത്തത് AKG സെന്ററിന്. വീണാ വിജയന്റെ ഉപ്പുപ്പയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോ എന്ന് ചോദിച്ചത് AKG സെന്റർ. ആര്? ഈ കണ്ണൂരുകാര്. ഞങ്ങളുടെയൊക്കെ ചോരയും നീരും കൊടുത്ത് പടുത്ത് ഉയർത്തിയ സാധനമാണ് AKG സെന്റർ. ഒരു നല്ലൊരു മനുഷ്യന്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയ ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ അത് കളങ്കപ്പെടുത്താൻ വേണ്ടി ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ തട്ടിപ്പ് കമ്പനി തുടങ്ങാൻ വേണ്ടി ഇതിന്റെ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണോട് ആര് പറഞ്ഞു? വീണയുടെ ഉപ്പുപ്പാന്റെ കമ്പനിയാണിത് ഈ AKG സെന്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വീണയുടെ ഉപ്പുപ്പാക്ക് സ്ത്രീധനം കിട്ടിയതല്ലത് എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. നമ്മുടെ വാക്കുകളല്ല കേട്ടോ, നമ്മൾ വീണയുടെ ഉപ്പാനെന്ന് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. AKG സെന്ററിൽ അങ്ങനെ AKG സെന്ററിന് അഡ്രസ്സ് കൊടുത്തതിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെയാണ് വിമർശനം ഉണ്ടായത്. അപ്പൊ പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശക്തി ദുർഗം, ശക്തി കോട്ട എന്ന് പറഞ്ഞ കണ്ണൂരിലെ ആളുകളുടെ ബലമായിരുന്നു, കണ്ണൂരിലെ പാർട്ടിയുടെ ബലമായിരുന്നു. അത് പോയി. കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോണോലെ, മലവെള്ളത്തിൽ ഒലിച്ചു പോണോലെ പോയി. ഇപ്പൊ നട്ടലിലും തല്ലി അങ്ങോട്ട് വീണ ആള് നടുവടിച്ചിങ്ങനെ മാനത്തേക്ക് ബായം പൊളിച്ച് നോക്കിക്കിടക്കാണ്, കണ്ണും തള്ളി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളത് ആള് മണത്ത. അതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ചാരസംഘടനയുള്ള ഈ ചാരസംഘടനയേക്കാൾ വലിയൊരു ചാരസംഘടന ആൾക്കുണ്ട്, ആളെ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ നാട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഹിക്കുമത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ നിമിഷം ആളതറിയും.
പാവപ്പെട്ടവനൊരു വീടില്ല, അല്ലെങ്കിൽ അവൻ പട്ടിണി എന്നുള്ള ആ വിവരം 5 കൊല്ലം കഴിഞ്ഞാലും അറിയില്ല. അതൊക്കെയാണ് ഇതിന്റെ ഒരു പുറകിലേക്ക്. അതെന്താ പോട്ടെ, അതല്ല പറഞ്ഞു വന്നത്, അതല്ല. അപ്പൊ ഈ മനു തോമസ് പുറത്തു പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ ഇപ്പൊ ഈ കണ്ണൂർ ജില്ലയിലെ തൊപ്പി വയ്ക്കാത്ത പോലീസുകാരാ ഈ ജയരാജനാണ്, പി ജയരാജൻ. അതായത് കെ ശൈലജനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകാൻ സ്വപ്നം കണ്ട് കുപ്പായം അടിച്ച് നടക്കണ ഈ പി ജയരാജൻ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് തൊപ്പിയോ കൊച്ചുണ്ട് കിരീടോ കൊച്ചുണ്ട് ഭരിക്കണ ഈ പുള്ളിക്കാരൻ ഒരു പണി അങ്ങോട്ട് പെടുന്നെന്ന് പറയുന്നത്. അപ്പൊ കുട്ടനും മുട്ടനുമായിട്ടും നിൽക്കുന്നത് മനുവും പി ജയരാജനും നിൽക്കണ്, ബലാബലം നോക്കണ്, ശക്തി ഉണ്ടോന്ന് നോക്കണ്, തെറ്റി വന്ന് ഇടിച്ച് നോക്കണ്, പരസ്പരം അങ്ങോട്ട് പോസ്റ്റ് ഇടണ് ഇങ്ങോട്ട് പോസ്റ്റ് ഇടണ്, അമ്പും ബില്ലും വിടണ പോലെ അങ്ങനെയൊക്കെ അവര് തമ്മിൽ മത്സരാമം നടക്കി നിന്ന് ഇത് മറയിൽ നിന്ന് ഒളിഞ്ഞു നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകണ ഈ പുള്ളിക്കാരൻ, നമ്മുടെ വീണാ വിജയന്റെ അച്ഛൻ, ആ പുള്ളിയുടെ അച്ഛൻ. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞ് പുറത്ത് കേൾക്കണതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇവരിപ്പോ തമ്മിൽ തെറ്റിച്ച് കഴിഞ്ഞിട്ട് ഈ പി ജയരാജന്റെ പുറത്ത് പറയാത്ത, അതായത് പിണറായിക്ക് പോലും അറിയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങൾ ഈ മനുവിന്റെ അടുത്ത് ഇരിക്കേണ്ടെന്നാണ് പറയുന്നത്. മനു അടുത്ത ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്നില്ല DYFIയുടെ, നല്ല ചെറുപ്പക്കാരൻ. അപ്പൊ ഇപ്പൊ തന്നെ ആള് പൊട്ടിച്ചു കഴിഞ്ഞ് മലയോര മേഖലയിൽ കോറി മുതലാളിയെ അടുത്ത് നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി അവിടുത്തെ ലോക്കൽ സെക്രട്ടറിനെ വരെ സ്ഥലം മാറ്റി ആ സെക്രട്ടറിനെ വരെ മാറ്റിയ ആളാണ് ഈ പി ജയരാജൻ എന്നൊക്കെ മനു പൊട്ടിച്ചു കഴിഞ്ഞ്. അങ്ങനെ പിണറായി വിജയൻ അറിയാത്ത പലതും ഇനി പൊട്ടും. പൊട്ടിച്ച് ഇതൊക്കെ പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും ഈ മനു. അതാണ് പിണറായി വിജയൻ ഇപ്പൊ ഒരു കളിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടനും മുട്ടനും തമ്മിലിടിക്കും, തല പൊട്ടി ചോര ഒഴിയുമ്പോ ചോര നക്കി കുടിച്ച കുറുക്കന്റെ സ്ഥാനത്ത് നിൽക്കണ ആരപ്പ പിണറായി വിജയൻ. ഇതിൽ നിന്ന് എന്തെങ്കിലും പൊട്ടി വീഴുമ്പോ ഇനി എങ്ങനെയെങ്കിലും അതുമ്മ പിടിച്ചു കയറി ഈ കണ്ണൂരും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ സ്വന്തം കയ്യിൽ ഒതുക്കി നിർത്തി വീണ്ടും പാർട്ടിയും ഭരണവും പിടിച്ച് മുന്നോട്ടേക്ക് പോകണം. അപ്പോഴേക്കും ഈ കുട്ടനും മുട്ടനും ഒക്കെ തമ്മിലടിച്ച് ഏതെങ്കിലും തരത്തിൽ ഇടങ്ങേറായി അതിന്റെ പണി തീർന്നോളും. ഇത് തന്നെയാണ് മൂപ്പലാന്റെ കണക്കൂട്ടിൽ. മൂപ്പലാൻ ഇങ്ങനെ തന്നെയാണ് വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം മുന്നോട്ട് ഇതുവരെ കൊണ്ടുവന്ന് നിർത്തിയെന്നാണ് പറയണത്. അല്ലെങ്കിൽ ഏതെങ്കിലും പുള്ളങ്ങൾക്ക് ധൈര്യം ഉണ്ടാവോ കേരളത്തിൽ ഏതെങ്കിലും CPM-കാരന്റെ, ഏതെങ്കിലും CPM MLA-യുടെ, ഏതെങ്കിലും CPM-ന്റെ മന്ത്രിയുടെ ഒക്കെ മക്കൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ധൈര്യം ഉണ്ടാവോ? എവിടെയെങ്കിലും പോയി ഇടപാട് തുടങ്ങാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് KKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തിട്ട് ആർക്കാ ധൈര്യം ഉണ്ടാവുമോ? ഉണ്ടാവൂല്ല, ആർക്കും ഉണ്ടാവൂല. അതെന്തുകൊണ്ട് പിണറായി വിജയന്റെ മോൾക്ക് ഉണ്ടായി? അപ്പൊ അത്രയും ചങ്കൂറ്റം. ഇത് ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ്, AKG സെന്ററും CPM ഒക്കെ ഞങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന മട്ടിലാണ് ഇവരുടെ ഭരണവും ഇവരുടെ ഈ പോക്കും ഒക്കെ. അപ്പൊ പാർട്ടിയും ഭരണവും പാർട്ടിയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ഇവരുടെ കീശയിലാക്കി കയ്യിലാക്കി ഇവർ കൊണ്ടുനടക്കുന്നത്. ഇത് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയും ചോദിച്ചത് കണ്ണൂര്. ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്താണ്, കാണട്ടെ, ആധാരം കൊണ്ട് എടുക്കുക, ബാറോലുണ്ടെങ്കിൽ കൊണ്ടുപോയി ഞങ്ങൾ കാണട്ടെ, ഇത് ഞങ്ങളുടെയും കൂടിയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ കുട്ടനും മുട്ടനും ഒക്കെ ഇനി തമ്മി തല്ലി എന്താകും വരാൻ പോണെ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും അവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും, അത് ഉറപ്പാണ്. നടക്കും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുതിട്ട, വേറെ ഒന്നുമല്ല. ഇപ്പൊ എല്ലാവരും പറയണ്ടല്ല പിണറായി വിജയൻ പാർട്ടിയിലാകെ ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ്, പുറത്താക്കും, തിരുത്തണം, മാറണം, മാറ്റണം എന്നൊക്കെ. ആര് മാറ്റും? പൂച്ചയ്ക്കാര് മണികെട്ടും, പൂച്ചയ്ക്കാര് മണികെട്ടും. എലികൾക്ക് വലിയ ശല്യമാണ് ഈ പൂച്ച. പക്ഷെ പൂച്ച പറഞ്ഞതിന് നമുക്കൊരു കാര്യം ചെയ്യാം. പൂച്ച വരുമ്പോ മണി കെട്ടിയിടാം. അപ്പൊ കിണിന്ന് ഇങ്ങനെ അനങ്ങും, പൂച്ച അനങ്ങുമ്പോ കിണിന്ന് ഒച്ച വെക്കുക, അപ്പൊ ഓടി ഒളിക്കുക. അപ്പൊ ആര് പൂച്ചയുടെ കയറ്റി കൊണ്ടുപോയി മണി കെട്ടും എന്നുള്ള ചോദ്യത്തിലാണ് ഇപ്പൊ ഈ കേരളത്തിൽ മുഴുവനുള്ള CPM-കാര്. അപ്പൊ പറഞ്ഞു പോളിറ്റ് ബ്യൂറോ ഇടപെടും എന്ന് പറഞ്ഞ്. പോളിറ്റ് ബ്യൂറോ ഇടപെടണം എങ്ങനെയാണ്? PB എങ്ങനെ ഇടണു? PBയുടെ അടുക്കളയിൽ തീ പോയണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാശി ലഭ്യം കൊണ്ടുപോയിട്ടുമാണ് ഈ കേരളത്തിൽ നിന്ന്, ഇല്ലേ? അപ്പൊ പ്രകാശ് കാരാട്ടിനും യെച്ചൂരിക്കും ഒക്കെ കഞ്ഞി വെച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലഭ്യ കിട്ടിയിട്ട് വേണം. അപ്പൊ പിന്നെ PB ഈ കഞ്ഞുമുടി മുട്ടിക്കാൻ വേണ്ടി ഇവരുടെ കാര്യത്തിൽ ഇടപെടുവോ? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഇതുപോലെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും. പക്ഷെ വേറെ ചില പുള്ളങ്ങളൊക്കെ ചില കളികളൊക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണത്. ആ കളിയുടെ ആദ്യത്തെ ആരംഭമാണ് ഇപ്പൊ മനുവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നേക്കണമെന്ന് പറയണത്. എന്തായാലും നമുക്ക് ഈ കുട്ടനും മുട്ടനും കളിക്കുമ്പോൾ ആരതിൻ്റെ ഇടയിൽപ്പെട്ട് ഇറങ്ങാറാവണമെന്ന് നമുക്ക് കാണാം. വലിയ താമസമില്ലാണ്ടത് കണ്ടറിയാം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, പുതിയ എന്തെങ്കിലും വിശേഷം വരും വരാട്ടാ. അങ്ങനെ ആയിക്കോട്ടെ, സലാം.